Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. ഫുഡ് കഴിച്ചു എല്ലാവരും? No, ma'am, കഴിച്ചില്ല. കഴിച്ചിട്ടില്ല? ക്ലാസ് ഇല്ല. കഴിയട്ടെ? വേറെ സ്ഥലത്ത് വരെ പോയിരുന്നു, അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഓക്കെ. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് പ്രയർ ചെയ്യുന്ന ആരാ? Thank you, God for giving me a mind that can know and heart that can love. Help me to stay focused on my studies and encourage me when learning is difficult. But I grasp the truth that is held out before me. Grant me the grace to put my knowledge to use in building the kingdom of God on earth. Salutations to you, O God, who is the goodness. Okay. Then sign in. Sign in ആരാണ്? ഞാൻ പറയാം. Good afternoon, everyone. Welcome to our class today. We constantly seek ways to expand our knowledge and improve our understanding of the world. This class is a perfect opportunity for us to do just that. I want to thank the teacher who have organized this class and generously donated their time and expertise to make this class reality. So once again, I heartily welcome our Ashwati ma'am. Sorry. And thought of the day. ഞാൻ പറയാം മിസ്. എനിക്ക് അറിയുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ നോക്കിയില്ല. ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എന്താണ്? എനിക്ക് അറിയില്ല ആരെങ്കിലും പറയുന്നുണ്ടോന്ന്. ഞാൻ ഗ്രൂപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല മാം, ആരുമില്ല. ഷെഡ്യൂൾഡ് ആരും ഇട്ടിട്ടില്ല. പറഞ്ഞോളൂ കേട്ടോ. ഞാനിന്ന് ക്ലാസ്സിൽ കയറുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് കേട്ടോ രശ്മി. സോറി. ശരി മിസ്, ഞാൻ പറയാം കേട്ടോ. ലൈഫ് ഈസ് ലൈക്ക് ദി ഓഷ്യൻ, വേവ് വിൽ ട്രൈ ടു നോക്ക്. ജീവിതം ഒരു സമുദ്രം പോലെയാണ്. തിരകൾ നമ്മെ ഇടിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ എപ്പോഴും കരുതലോടെ നിലകൊണ്ടാൽ തിരകൾ പെട്ടെന്ന് കടന്നു പോകും. താങ്ക്സ്. എന്താണ് ഈ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രെങ്ത് കുറവാണല്ലോ? കാരണം അറിയാമോ? എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ക്ലാസ്? ഇത്രയും പേരുണ്ടാവാറുള്ളോ? ഇല്ല മാം, മാമിന്റെ ക്ലാസ്സിലും ഒക്കെ നല്ല സ്ട്രെങ്ത് വരുന്നതാ. പക്ഷെ ഇപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഗ്രൂപ്പില് പലർക്കും ഇല്ല, ഗ്രൂപ്പില് ഷെഡ്യൂൾ ഇടുമ്പോ എല്ലാവർക്കും പല എൻഗേജ്ഡ് ആണ്. കേറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടീച്ചിങ് പ്രാക്ടീസിനൊന്നും ആരും പോയിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടില്ല ആരും? ഇല്ല മാം, പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഇനി ഞാന് ഇന്നലെ ഇൻഡിവിജ്വൽ ഡിഫൻസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മള് പാർട്ട് 4ലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. പാർട്ട് 4ല് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ സ്കൂൾ മാനേജ്മെന്റ്? ഓക്കെ, ഇനി അടുത്തത് ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ആദ്യത്തെ പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് വളരെ ശാന്തമായിട്ടൊന്ന് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, റീഡ് ചെയ്തായിരുന്നോ? 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ.
ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ നിങ്ങള്. ദ വേർഡ് ഓഫീസ് മാനേജ്മെന്റ് മീൻസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, decision making and so on. But the teacher is not an office manager. She cannot make decisions or she does not want to control other staff. She is only taking part in the office works. അതായത് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ്, അവിടെയുള്ള റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇതാണ് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. വാട്ട് ഈസ് ഓഫീസ് മാനേജ്മെന്റ് വേർഡ് മീൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് മാനേജർ അല്ല. ഓക്കെ, അതായത് ടീച്ചർക്ക്, അതായത് അവൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാനോ ഉള്ള പവർ ഇല്ല. ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓഫീസ് വർക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ടീച്ചർ ഒരു സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ധാരാളം ജോലി കൊടുക്കുന്നുണ്ടാവാം അല്ലെ. പക്ഷെ ആ ജോലികളില് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഡിസിഷൻസ് ഒറ്റയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരു പവർ കൊടുക്കുന്നില്ല. മറിച്ച് എന്താണ്, ഓഫീസ് വർക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് പാരാഗ്രാഫ് ഓക്കെ ആണോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? സെക്കൻഡ് പാരാഗ്രാഫ് എന്ന് പറയുന്നത് often the teachers with a good English and neat handwriting will be given the work of operating the files and registers. Otherwise, I will be given some other work. She would do only the work dispersed to her. Giving ideas to others makes a teacher involved in others' work. And this ends with the problems repeatedly. Okay, അതായത് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഓഫീസ് വർക്കുകൾ, അതായത് ടീച്ചർക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓഫീസ് വർക്കുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ഓഫീസ് വർക്കുകൾ എന്ന് പറയുമ്പോൾ ഫയൽസും രജിസ്റ്ററും കൈകാര്യം ചെയ്യാതെ നോക്കാതെ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ടീച്ചേഴ്സിനെയാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ പഠിച്ചിരുന്ന ക്ലാസ്സുകളിൽ നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുകളല്ലേ ചാർട്ടുകളും പേപ്പറുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വിളിക്കുക ടീച്ചേഴ്സ് ആണോ? നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, അവരെ സെലക്ട് ചെയ്തിട്ട് അവരായിരിക്കും ആ ക്ലാസ് റൂമിലെ മൊത്തം എന്താ പറയാ ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസൈൻമെന്റുകളൊക്കെ ഗ്രൂപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരോടായിരിക്കും അത് നോക്കാനായിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും എന്താ പറയാ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകള്, അതുപോലെ തന്നെ നല്ല കൈയക്ഷരമുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട ജോലികള് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റു ചില ജോലികളും ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അത് സോൾവ് ചെയ്യാനും ടീച്ചർക്ക് ശ്രമിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് പാരാഗ്രാഫ്. ഓക്കെ, then അടുത്തതാണ് എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ഓഫ് മെയിൻറ്റെയിനിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് യുവർ ക്ലാസ്, ലീവ് ലെറ്റേഴ്സ് ഓഫ് യുവർ ക്ലാസ് and registers visitors entries in the visitors notebook during the absence of all her administrators. അതായത് എല്ലാ ടീച്ചർമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ത്, അറ്റൻഡൻസ് രജിസ്റ്റർ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങളെ ക്ലാസ് ടീച്ചർ ആയിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സിൽ വരുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നിങ്ങളായിരിക്കില്ലേ? ആയിരിക്കില്ലേ? ഓരോ ക്ലാസ്സിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ക്ലാസ് ടീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുക, അവിടെയുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പൊ അറ്റൻഡൻസ് രജിസ്റ്റർ മാത്രമല്ല കേട്ടോ,
ലീവ് ലെറ്റേഴ്സ്, അതായത് കുട്ടികളൊക്കെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലീവ് ലെറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ആ വിസിറ്റേഴ്സ് എൻട്രി അല്ലെങ്കിൽ ആ വിസിറ്റേഴ്സിന്റെ രജിസ്റ്റർ ഒക്കെ എന്താണ് കീപ്പ് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു ടീച്ചറാണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവും രജിസ്റ്റർ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ആബ്സെൻസിൽ എന്ത് ചെയ്യാം? ടീച്ചേഴ്സ് ആണ് ഇത്തരം ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് കെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. 3 കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അറ്റൻഡൻസ് രജിസ്റ്റർ എഴുതുക. Attendance register is a record keeping tool. Attendance register is a record keeping tool. Used to track the presence absence or leave of students. Attendance register is a record keeping tool used to track the presence, absence, leave of students. അല്ലെ, അതായത് എത്രമാത്രം കുട്ടികളാണ് ഒരു ദിവസം പ്രസൻസ് ആകുന്നത്, ആബ്സെൻസ് ആകുന്നത്, ലീവ് ആകുന്നതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡാണെന്ത് ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തതാണ് ലീവ് ലെറ്റർ രജിസ്റ്റർ. A leave letter register is a logbook. Logbook, logbook or record used to maintain details of leave applications, submitted by students.
എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് വിസിറ്റേഴ്സ് നോട്ട് കേട്ടോ. വിസിറ്റേഴ്സ് നോട്ട്, വിസിറ്റേഴ്സ് രജിസ്റ്റർ ആണ് കേട്ടോ വിസിറ്റേഴ്സ് നോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A visitor's note is used to record. A visitor's note is used to record the details of people, the details of people visiting the school for, visiting the school for various reasons, various reasons. ഒന്നുകൂടി പറയാം. A visitor's note is used to record the details of people visiting the school for various reasons. This helps maintain security, transparency and accountability. Okay. ക്ലിയർ ആയില്ലേ? എത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണത്. അടുത്തത് പറഞ്ഞോട്ടെ ഞാൻ. സെക്യൂരിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സെക്യൂരിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. If she is given the work of operating the admission register, staff register, staff leave register and so on, then only she should touch them. The teacher in the office work should not leak the message even to the close friend or life partner. Keeping concealment is very important. Partner എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ട്ണർ എന്നാണ് കേട്ടോ കറക്റ്റ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവൾക്ക് അഡ്മിഷൻ രജിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വരാം, റെസ്പോൺസിബിലിറ്റി വരാം. അതുപോലെ തന്നെ സ്റ്റാഫ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരാം, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരാം. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സിനെയാണ് ഏൽപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്കൂളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കൂളിലെ ഓഫീസ് വർക്കുകളെ സംബന്ധിച്ചിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ അവളുടെ ക്ലോസ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ അവളുടെ ലൈഫ് പാർട്ട്ണറോട് പോലും പങ്കുവെക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അപ്പൊ ഒരു ഓഫീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ സീക്രട്ട് ആയിട്ടുള്ള, അതായത് ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്കൂള് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരിൽ ഒതുങ്ങി നിൽക്കണം. ഒരിക്കലും അത് പുറത്തു പോകാനായിട്ട് പാടില്ല. ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസ് ഡ്യൂട്ടികൾ തന്നിട്ടുണ്ടാകാം. അപ്പൊ അവിടുത്തെ പ്രധാന
വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ പോലും എന്ത് ചെയ്യാൻ പാടില്ല, തുറന്നു പറയാനായിട്ട് പാടുള്ളതല്ല. തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം അഡ്മിഷൻ രജിസ്റ്റർ കേട്ടോ. എന്തായിരിക്കും അഡ്മിഷൻ രജിസ്റ്റർ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ അഡ്മിഷൻ രജിസ്റ്ററെ കുറിച്ച്? പുതിയ കുട്ടികളെ ആ കുട്ടികളെ ചേർത്തുമ്പോ ആ രജിസ്റ്റർ ആണോ മിസ്? എനിക്കറിയില്ല. പറഞ്ഞോളൂ. പറഞ്ഞത് കറക്റ്റ് ആണ്. അത്ര പുതിയ കുട്ടികളെ നമ്മൾ വരുമ്പോ ചേർത്തുമ്പോ രജിസ്റ്റർ, അത്രേനെ എനിക്കറിയുള്ളൂ. വേറെ അപ്പൊ നമുക്ക് എഴുതാം, എന്താണെന്ന് എഴുതാം. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് എഴുതിക്കോളൂ കേട്ടോ. Admission register is an official record maintained in a school, college, or educational institution, to keep details of every student admitted. Admission register is an official record maintained in a school, college, or educational institution to keep details of every student admitted. Okay, അതായത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വരുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുന്ന ഒരു രജിസ്റ്റർ ആണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പർ ഉണ്ടാവും. ഓരോ കുട്ടികൾക്കും വ്യത്യാസമായിരിക്കും അല്ലെ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആയിരിക്കും അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നേ? ഡിഫറൻസ് ഉണ്ടാവില്ലേ? അപ്പൊ അഡ്മിഷൻ നമ്പർ ഉണ്ടാകും അതിനകത്ത്. പിന്നെ കുട്ടിയുടെ പേരുണ്ടാകും, അതുപോലെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും, പിന്നെ ഏജ് ഉണ്ടാവും. നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് 1ാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ ചേർക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ കംപ്ലീറ്റ് ആ കുട്ടിയുടെ വിവരങ്ങൾ കളക്ട് ചെയ്ത് അവർ എഴുതും. ദാറ്റ് ഈസ് അഡ്മിഷൻ രജിസ്റ്റർ. ഓക്കെ, ഓർമ്മ വരുന്നുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അഡ്മിഷൻ രജിസ്റ്റർ? എന്തൊക്കെയാണ്? അതായത് കുട്ടിയുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പിന്നെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ കുട്ടിയുടെ അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ എന്നാണ് അഡ്മിഷൻ എടുത്തത്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള പിന്നെ റിലീജിയൻ, കാസ്റ്റ്, നാഷണാലിറ്റി, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഒരു അഡ്മിഷൻ രജിസ്റ്ററിലാണ് ഉണ്ടാവുക. ഈ അഡ്മിഷൻ രജിസ്റ്റർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിഷൻ രജിസ്റ്റർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. ഓക്കെ, ഏതൊരു കാര്യത്തിനാണെങ്കിലും ഓക്കെ, നമ്മൾക്കിപ്പോ ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിൽ നമുക്കൊരു രേഖ ഹാജരാക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ മാറി പോകാനായിട്ട് TC വേണം. ഇതിന്റെയൊക്കെ ബേസിൽ ഏതൊരു കാര്യത്തിനാണെങ്കിലും സ്കൂളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് എന്ത്? അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താണ്? അഡ്മിഷൻ രജിസ്റ്റർ കഴിഞ്ഞിട്ട് വേറെ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? വേറെ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അഡ്മിഷൻ രജിസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാല്
സ്റ്റാഫ് രജിസ്റ്റർ. എന്താണ് സ്റ്റാഫ് രജിസ്റ്റർ? എന്തായിരിക്കും സ്റ്റാഫ് രജിസ്റ്റർ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ സ്റ്റാഫ് രജിസ്റ്ററിനെ കുറിച്ച്? സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന രജിസ്റ്റർ. ഡീറ്റെയിൽസ് അല്ലേ? സ്റ്റാഫ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ റെക്കോർഡാണ്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. സ്റ്റാഫ് രജിസ്റ്റർ. സ്റ്റാഫ് രജിസ്റ്റർ ഈസ് ആൻ ഒഫീഷ്യൽ റെക്കോർഡ് Staff register is an official record maintained by schools maintained by schools, colleges, or any organization to keep complete details of all teaching and non-teaching staff members. All teaching and non-teaching staff members. Staff register is an official record maintained by schools, colleges, or any organization to keep complete details of all teaching and non-teaching staff members. ഓക്കെ, അപ്പൊ സ്റ്റാഫ് രജിസ്റ്ററിലെ എല്ലാ സ്റ്റാഫുകളുടെയും ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അത് ടീച്ചിങ് സ്റ്റാഫുകളാകട്ടെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളാവട്ടെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, സീരിയൽ നമ്പർ ഉണ്ടാകും ഓരോരുത്തർക്കും ആയിട്ട്. പിന്നെ നെയിം ഓഫ് സ്റ്റാഫ് മെമ്പർ, സ്റ്റാഫിന്റെ പേരുണ്ടാകും. ഡെസിഗ്നേഷൻ ഉണ്ടാവും. ചിലപ്പോ ചില സ്റ്റാഫുകൾ ടീച്ചർ ആയിരിക്കാം, ചിലവര് ക്ലർക്കോ പ്യൂണോ ആയിരിക്കാം. അപ്പൊ അവരുടെ ഡെസിഗ്നേഷൻ എന്താണ് അതുണ്ടാകും. പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും. പിന്നെ ക്വാളിഫിക്കേഷൻസ്, ടീച്ചർ ആണെങ്കിൽ ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ, നോൺ ടീച്ചിങ് സ്റ്റാഫ് പ്യൂൺ ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. പിന്നെ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്, അവരെ ജോലിക്ക് എടുത്ത തീയതി ഉണ്ടാകും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അവരുടെ സബ്ജക്ട് എന്താണ്, ആ കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ സ്കെയിൽ ഓഫ് പേ, സാലറി ഡീറ്റെയിൽസ്, അവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ്, ആ സാലറിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവും, അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാകും. പിന്നെ സർവീസ് ബുക്ക്, അതായത് ID നമ്പർ ഉണ്ടാവും ഓരോ ആളുകൾക്കും, അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും പിന്നെ നമ്പർ ഉണ്ടാവും, ID നമ്പർ ഉണ്ടാവും, അതുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോ ചില ടീച്ചേഴ്സ് പ്രൊബേഷണൽ പീരീഡ് അല്ലെങ്കിൽ ഒരു ഇത്ര നാള് നിൽക്കാനായിട്ടും വരിക, പഠിപ്പിക്കാനായിട്ടും വരിക. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ അതിനകത്ത് ഉണ്ടാകും. പിന്നെ അവരുടെ ലീവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്തിൽ ഉണ്ടാവുക, ഈ ഒരു സ്റ്റാഫ് രജിസ്റ്ററിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
ഇനി അടുത്തതാണ് സ്റ്റാഫ് ലീവ് രജിസ്റ്റർ കേട്ടോ. സ്റ്റാഫ് ലീവ് രജിസ്റ്റർ. Staff leave register is a record. Staff leave register is a record maintained in schools, colleges, മെയിൻറ്റെയിൻ കഴിഞ്ഞിട്ട് maintained in schools, comma colleges, to track all types of leave, taken by each staff member. അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക. ഇറ്റ് ഹെൽപ്സ് ഇൻ monitoring attendance, salary deductions, and overall leave management. ഓക്കെ, അപ്പൊ സ്റ്റാഫ് ലീവ് രജിസ്റ്ററിൽ ഉണ്ടാവുക ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീരിയൽ നമ്പർ ഉണ്ടാകും, പിന്നെ സ്റ്റാഫിന്റെ പേരുണ്ടാകും, അവരുടെ ഡെസിഗ്നേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സബ്ജക്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഏത് തരം ലീവാണ് എടുത്തിട്ടുള്ളത്, ടൈപ്പ് ഓഫ് ലീവ് കേട്ടോ. അത് കാഷ്വൽ ലീവ് ആയിരിക്കാം, മെഡിക്കൽ ലീവ് ആയിരിക്കാം. അത്തരത്തിലുള്ള ലീവുകളാണെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ലീവ് ടേക്കൺ, എത്ര ദിവസമാണ് ലീവ് എടുത്തത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഫ്രം ഡേറ്റും ടു ഡേറ്റും, ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയാണ്, കറക്റ്റ് ഡേറ്റ് എവിടെ തുടങ്ങി എവിടം വരെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അവരുടെ സിഗ്നേച്ചറും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് ലീവ് രജിസ്റ്ററിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാന് എവിടെയാണ്, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ, ആ ഒരു പാരഗ്രാഫ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഒരാളൊന്ന് റീഡ് ചെയ്യേ കേട്ടോ. എനി പ്രൊമോഷൻ, ആ ഒരു പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്തേ. അനില റീഡ് ചെയ്യാവോ? എനി പ്രൊമോഷൻ. രശ്മി റീഡ് ചെയ്യാവോ? രശ്മി. Yes, ma'am. Any promotion from the teaching grade is only an administrative post, so the teacher should think that taking part in the office work is a training for her. In starting point, she should show each and all work she does to her superiors who had allotted the work and get checked whether she had done it properly. എന്താ പറയുന്നത് അതിനകത്ത്? എക്സ്പ്ലെയിൻ ചെയ്യാവോ ഒന്ന് രശ്മി? വായിക്കുവാ. വായിക്കുവാണോ?
The teacher should think the taking classes. നല്ലതുപോലെ മനസ്സിലായില്ല മാം തന്നെ പറഞ്ഞു. ഓക്കെ, അതായത് എനി പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ് ഈസ് ഓൺലി അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്. അതായത് ടീച്ചിങ് ഗ്രേഡിൽ നിന്ന് ഒരു പ്രൊമോഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് ആയിരിക്കും അല്ലെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അതായത് ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു സ്കൂൾ ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ ടീച്ചറായിട്ട് തന്നെയായിരിക്കും നമ്മൾ റിട്ടയർ ആകുന്നത് അല്ലെ. വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റ് നമ്മൾക്ക് കിട്ടുമോ? സാധാരണ ജോലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടുമോ? പറയൂ. ഇല്ല. അതായത് ഒരു ടീച്ചറായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ടീച്ചറായിട്ട് തന്നെയാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്. മറ്റുള്ള ജോലികൾ അങ്ങനെയല്ല. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ചിലപ്പോ ക്ലർക്ക് ആയിട്ടായിരിക്കും കയറുന്നത്. പിന്നീട് അദ്ദേഹം ഉയർന്ന പോസ്റ്റിൽ കയറും. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എന്താണ് ഓരോരോ അദ്ദേഹത്തിന്റെ ആ ഒരു തട്ട് അല്ലെങ്കിൽ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. പക്ഷെ നമുക്ക് ഇവിടെ അത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ പറയാ, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ സ്കൂൾ മാനേജർ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് ആ ഒരു രീതിയിലായിരിക്കും അവിടെ നിന്ന് ടീച്ചേഴ്സ് റിട്ടയർ ചെയ്ത് വരുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് മാത്രമായിരിക്കും എന്ത് പോകുന്നത്, അവരുടെ ഹയർ പൊസിഷൻ പോകുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി സ്കൂളിന്റെ എല്ലാ ഓഫീസ് വർക്കുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സുപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യാനും അവര് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളായാൽ പോലും സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങളായാൽ പോലും അത് വ്യക്തമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കൂട്ടോ നിങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അടുത്ത പാരഗ്രാഫ് എന്താണ് പറയുന്നത്. അതായത് ടീച്ചേഴ്സിന് ഓഫീസ് വർക്കുകൾ കൊടുക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഓഫീസ് വർക്കുകളിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് യൂണിഫോം ഡെലിവറി ചെയ്യുക, അതുപോലെ ബുക്സുകള്, നോട്ട് ബുക്കുകള്, സ്പെഷ്യൽ ബുക്കുകളായിട്ടുള്ള വർക്ക് ബുക്ക്, മാപ്പ് ഡ്രോയിങ് ബുക്ക്, ഡയറികള്, കലണ്ടറുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യൽ പാരന്റ്സിന് കൊടുക്കാന്നുള്ളത്. സ്കൂൾ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിൽ യൂണിഫോംസ് ബുക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ ചെന്ന് വാങ്ങാറില്ലേ കുട്ടികളുടെ യൂണിഫോമും ബുക്സ് ഒക്കെ? വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കാറുണ്ട്. ആ ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ
അത് നല്ല ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യണം. വെറുതെ എന്താ പറയാ വയലില് വിത്ത് എറിയുന്നത് പോലെ എന്ത് ചെയ്യരുത്, ആ കാര്യങ്ങള് ചെയ്യാനായിട്ട് പാടില്ല. വളരെ സിൻസിയർ ആയിട്ടായിരിക്കണം ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, കുറെ അധികം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് അതിനു വേണ്ടി ടീച്ചർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? ആരുടെങ്കിലും സൈൻ ഔട്ട് പറയാനുണ്ടോ? Yes, ma'am. Thank you, ma'am. I would like to thank all of you for being here today. Today we was discussed about the topic of office management. It was really great time with you. It was really informative class in true sense. I am pretty sure the precious knowledge you have us will definitely help us in our studies and future. Thank you, teacher. Thank you all. Oh, thank you. Thank you.